ഹായ് ഗായ്സ്, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുരങ്ങന്മാരുടെ കഥയായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ സെക്കൻഡ് പാർട്ട് കാണുക. പണ്ട് കാലത്ത് രാജാവിന് സമ്മാനമായിട്ട് പുലീനെയും കടുവേനെയും കുരങ്ങനെയും ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നത്. ആ കുരങ്ങനെയും പുലീനെയും സിംഹത്തിനെയൊക്കെ അദ്ദേഹം ഈ കോട്ടയിലിട്ട് വളർത്തി. അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കൊട്ടാരത്തിലുടനീളം രാജാവ് ഇവരുടെ പ്രതിമകൾ ഉണ്ടാക്കി സൂക്ഷിച്ചിരിക്കുന്നു. മാർട്ടിൻ ടവർ, ഈ മുകളിലേക്ക് കയറി പോകുന്നത് മാർട്ടിൻ ടവറിലേക്കാണ്. മാർട്ടിൻ ടവർ ഒരു കാലഘട്ടത്തിൽ ജയിലായിട്ട് ഉപയോഗിച്ചിരുന്നു. മറ്റൊരു കാലഘട്ടത്തിൽ രാജ്ഞിയുടെ കിരീടമൊക്കെ സൂക്ഷിച്ചിരുന്നതും ഈ മാർട്ടിൻ ടവറിലായിരുന്നു. മാർട്ടിൻ ടവറിൽ നിന്ന് കിരീടം മോഷ്ടിക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചിരുന്നു, എന്നാൽ അവർക്കതിന് സാധിച്ചില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 11 ജർമ്മൻ ചാരന്മാരെ മാർട്ടിൻ ടവറിൽ തടവിലാക്കിയിരുന്നു. ലണ്ടൻ ടവറിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ കയറി വന്നത്. ലണ്ടൻ ടവറിൻ്റെ പല കാലഘട്ടത്തിലെ ചിത്രങ്ങളും ലണ്ടൻ ടവർ സന്ദർശിച്ച വിശേഷ വ്യക്തികളുടെ ചിത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ലണ്ടൻ ടവറിന് പണ്ടത്തെ ചിത്രങ്ങളിൽ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള അത്ഭുതകരമായൊരു മാറ്റം തന്നെ ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ടവറിന്റെ മുക്കും മൂലയും വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഗാർഡ് നമ്മളെ സംശയിക്കുകയുണ്ടായി. മറ്റേതോ രാജ്യത്തിന്റെ സ്പൈ ആണെന്നാണ് അദ്ദേഹം തെറ്റിദ്ധരിച്ചത്. കൂടുതൽ വീഡിയോ എടുക്കരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഞാനൊരു ട്രാവൽ വ്ളോഗറാണെന്നും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ലണ്ടൻ ടവറിന് ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ തലവന്മാരെയും സൈന്യാധിപരെയും പ്രഭുക്കന്മാരെയും തടവിലാക്കി തലവെട്ടിക്കൊന്ന ചരിത്രം കൂടെ പറയാനുണ്ട്. ഹെൻറി 8 തൻ്റെ എതിരാളികളെയെല്ലാം തലവെട്ടിക്കൊല്ലാൻ ഉത്തരവിട്ടിരുന്നത്. 1ഉം 2ഉം മഹായുദ്ധകാലത്ത് ഇവിടെ തടവു പുള്ളികളെ പാർപ്പിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ച ലണ്ടൻ ടവർ പുനർനിർമ്മിച്ചിട്ട് കാണികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു. നമ്മൾ മിസ്റ്റർ ബീനിലൊക്കെ കണ്ടിട്ടുള്ള ഗാർഡ്സ് ഇവിടെ ഉണ്ട്. ഇവർ മിലിറ്ററി ഗാർഡ്സ് ആണ്. ഇവരുടെ പേര് ദ ഗ്രനേഡിയർ ഗാർഡ്സ് എന്നാണ്. ഇതുപോലെ തന്നെ മറ്റൊരു കൂട്ടം ഗാർഡ്സും ഇവിടെയുണ്ട്, ദ യോമൻ വാർഡേഴ്സ്. അവർക്കാണ് ഈ പാലസിന്റെ മൊത്തം സംരക്ഷണ ചുമതല. ഇവർ ചില്ലറ ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഇവർക്ക് വളരെയധികം ഫാൻ ബേസ് ഉള്ള കൂട്ടരാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാവരും ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടേ പോകാറുള്ളൂ. അവരാണെങ്കിൽ എല്ലാവർക്കും സന്തോഷപൂർവ്വം ഫോട്ടോ എടുക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം കോഹിനൂർ രത്നം കാണാനുള്ള ക്യൂവിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു 1.5 ക്യൂ ആണ്. വ്യത്യസ്ത തരം പീരങ്കികളോടെ സൂക്ഷിച്ചിട്ടുണ്ട്. ചെറുതും വലുതും പുതിയതും പഴയതുമായ പീരങ്കികൾ. നമ്മുടെ കാണികൾക്കൊരു ദുഃഖ വാർത്തയുണ്ട്. കോഹിനൂർ രത്നം സൂക്ഷിച്ചു വച്ചിരിക്കുന്നിടത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. നിങ്ങൾക്കതെനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങളത് നേരിട്ട് വന്ന് തന്നെ കാണണം. അപ്പോൾ നമ്മൾ കോഹിനൂർ രത്നം കണ്ടു കഴിഞ്ഞു. അവിടെ കോഹിനൂർ രത്നം മാത്രമല്ല, രാജ്ഞിയുടെ പലതരം ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള പേള്, ഡയമണ്ട്, അങ്ങനെ പലതരം വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു 8 മലങ്കാക്കകൾ ഈ കോട്ടയെ സംരക്ഷിച്ചിരുന്ന ഈ കോട്ടയുടെ ഭാഗ്യചിഹ്നമായ 8 മലങ്കാക്കയിലൊന്ന് പീരങ്കിയുടെ മുകളിൽ ഇവിടെ ഇരിപ്പുണ്ട്. ആളിവിടെ തഗ് ലൈഫ് അടിച്ച് ഇരിപ്പാണ്. ഒരുപാട് പേർ ഈ കാക്കയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ് നാശത്തിന്റെ വക്കിലെത്തിയ ഒരു ടവർ കാണാം, വാർഡ്രോബ് ടവർ. ദ വൈറ്റ് ടവർ ആൻഡ് ദ റോയൽ ആർമറീസ്. ലണ്ടൻ ടവറിന്റെ ഒത്ത നടുക്ക് സ്ഥിതി ചെയ്യുന്ന ടവറാണ് ദ വൈറ്റ് ടവർ. ടവറുകളിൽ ഏറ്റവും സുരക്ഷിതമാർന്ന ടവറും ഇതുതന്നെയാണ്. വൈറ്റ് ടവറിൽ സൈനികരുടെ ആയുധ ശേഖരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതൊന്നുമായിരുന്നില്ല യഥാർത്ഥ ആയുധശേഖരം. ഇവിടെയാണ് മൊത്തം ആയുധങ്ങളും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ അമ്പും വില്ലും മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇവിടെ പടച്ചട്ടകളും തോക്കുകളും പീരങ്കികളും എല്ലാം ഉണ്ട്. പടച്ചട്ടകളുടെ വ്യത്യസ്ത രൂപത്തിലുള്ളതും പല സൈസിലുള്ളതും ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. മൊത്തം സംരക്ഷണ കവചവും ധരിച്ചുകൊണ്ട് ഒരു ഡമ്മിയുടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ സൈനികർ ഇതെല്ലാം ധരിച്ചിരുന്നത്. ബാഹുബലി സിനിമയിൽ കാണുന്ന പോലെ പലതരം വെറൈറ്റി പടച്ചട്ടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലണ്ടൻ ടവറിന്റെ ഏറ്റവും സുരക്ഷിതമാർന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യാസ് ബൗണ്ടി. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഹെൽമറ്റും കത്തിയുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പേരും സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഫീലാണ് ലഭിക്കുന്നത്. ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സൈന്യം ഉപയോഗിച്ചിരുന്ന കവചങ്ങളാണ് ഇവയെല്ലാം. ഹായ്, ഇവിടെ തീ തുപ്പുന്ന ഒരു ഡ്രാഗൺ കുഞ്ഞിരിപ്പുണ്ട് കേട്ടോ. എവിടെ നിന്ന് വാങ്ങിയതാണാവോ? ഇത് സത്യത്തിൽ പബ്ജി പ്ലേയേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ പലതരം ഗണ്ണുകളൊക്കെ ഇരിപ്പുണ്ട്. ഈ ഗണ്ണുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ലണ്ടൻ ടവറിൻ്റെ ഈ ഭാഗം നിലകൊള്ളുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമുകളൊക്കെ ഇവിടെ കാണാം. എല്ലാ തരം ആൾക്കാരെയും ആകർഷിക്കുക എന്നതാണ് ഇവിടുത്തെ ടൂറിസത്തിൻ്റെ പ്രത്യേകത. ലണ്ടൻ ടവറിൻ്റെ ഒരു ചെറിയ മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം നമ്മൾ ചുറ്റിക്കറങ്ങി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലാഹയിൽ വക്കച്ചൻ്റെ ഡയലോഗാണ്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് 1.5 ചാണിൻ്റെ പിസ്റ്റളല്ല, ഡബിൾ ബാരൽ ഗണ്ണ്. ഇവിടെ തോക്ക് മാത്രമല്ല, നമ്മുടെ നെഞ്ചത്തിട്ട് പൊട്ടിച്ച പീരങ്കിയും ഇരിപ്പുണ്ട്. ഇവിടെ ചിറകുള്ള ഒരു സിംഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലണ്ടൻ ടവറിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.